ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറകിലോട്ടൊക്കെ നോക്കി ഒന്ന് പ്രൈസ് ലോർഡ് പറഞ്ഞ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ലോർഡ്. നമ്മൾ ഒരുമിച്ച് കർത്താവ് ഈ പകൽ ആരാധനയുടെ നടുവിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. റോമാ തെരുവുകളിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു വേദനയുടെ രോദനമുണ്ടായിരുന്നു, ഒരു കരച്ചിലുണ്ടായിരുന്നു. ആ കരച്ചിൽ ഇങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണകരമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരാൾ പാപം ചെയ്ത് ഒരുവനെ കൊന്നുകളഞ്ഞാൽ അവനെ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുലപാതകനെ അവൻ കുല ചെയ്ത വ്യക്തിയുടെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ഒരു ചങ്ങലയിട്ട് ബന്ധിക്കും. ആ ശവത്തെ നോക്കി അവനിങ്ങനെ നിൽക്കണം തെരുവീതിയിൽ. ആ ശവം ചീഞ്ഞു നാറുന്ന അനുസരിച്ച് അതിന്റെ വിഷാംശം ശ്വസിച്ച് ഇവനും മരിക്കപ്പെടും. രക്ഷപ്പെട്ടു പോകാൻ ഇവനൊരു മാർഗമുണ്ട്. മറ്റാരെങ്കിലും ഇവനെ അഴിച്ചാൽ ഇവന് പകരമായിട്ട് അവൻ അതിൽ പോയി വീഴണം. ഈ ചരിത്ര പശ്ചാത്തലം അറിയാവുന്ന പൗലോസ് ശ്ലീഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാ: അയ്യോ, നാം എല്ലാവരും അരിഷ്ട മനുഷ്യനാണ്, മരണകരമായി ശരീരത്തിൽ നിന്ന് നമ്മെ ആർ വിടുവിക്കും. അത് റോമലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്. പക്ഷെ ആ അധ്യായം ആ നിലവിളി കൊണ്ട് നിർത്തുകയല്ല. അതിന്റെ തൊട്ടപ്പുറത്തൊരു വാക്യമുണ്ട്, 25-ാമത്തെ വാക്യം. ആ അധ്യായം അങ്ങനെ നിർത്തിയതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ശ്ലീഹ പറയാണ്: യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം മരണകരമായ ശരീരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച ഒരു കർത്താവിനെയാണ് ഇന്ന് നമ്മൾ ആരാധിപ്പാൻ വേണ്ടി പോകുന്നത്. അവൻ അവരോട് പറഞ്ഞു: നിങ്ങൾ എതിരെയുള്ള പട്ടണത്തിൽ പോകുവിൻ, അവിടെ ഒരു കഴുതയും അതിന്റെ കുട്ടിയും നിങ്ങൾ കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകത്തിൽ മോശ ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു കഴുതയെ നിങ്ങൾക്ക് വീണ്ടെടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു ആട്ടിൻകുട്ടിയെ യാഗം കൊടുക്കണം. ഒരു ആട്ടിൻകുട്ടിയെ യാഗം കൊടുത്തിട്ട് ഒരു കഴുതയെ വീണ്ടെടുക്കുക. അല്ലാത്ത പക്ഷം അതിന്റെ പിടലി ഒടിച്ചു കളയുക. കഴുതയേക്കാൾ വിലയുള്ളതാണ് ആടിന്. അതുകൊണ്ട് വിലയുള്ള ആടിനെ കൊടുത്തിട്ട് ആരും കഴുതയെ വീണ്ടെടുക്കത്തില്ല. കാരണം അതിന്റെ വില വലുതാണ്. അതുകൊണ്ട് എന്തിനാ വിലപിടിപ്പുള്ള കാടിനെ കൊടുത്തിട്ട് ഒരു കഴുതയെ വീണ്ടെടുക്കുന്നത്? അതൊരു കഴുതയല്ലേ, അതിന്റെ പിടലി ഒടിഞ്ഞ് ചാകട്ടെ എന്നോർത്തുകൊണ്ട് അതിനെ മാറ്റിയിടുമ്പോ എന്റെ കർത്താവ് പറയാ: പിടലി ഒടിഞ്ഞു മഴിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടതിനെ അഴിച്ചു കൊണ്ടുവാ, എനിക്ക് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. ആർക്കും വിലയില്ലാത്തതിനെ, ആർക്കും യോഗ്യമായി കാണാത്തതിനെ, ആരും ചേർത്തെടുക്കാത്തതിനെ, ആരും ചേർത്ത് നിർത്താത്തതിനെ, എല്ലാവരും മാറ്റിക്കളഞ്ഞതിനെ, പിടലി ഓടിച്ച് മരിച്ചു കളയുവാൻ വിധിക്കപ്പെട്ടതിനെ അഴിച്ചു കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് പറഞ്ഞെങ്കിൽ, പാട്ടുകാരൻ പറയാണ്: നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിൻമകനാക്കുവാൻ, നിൻമകൾ നീക്കുവാൻ, നിൻമഹിമ വെടിഞ്ഞ് ഹല്ലേലൂയ. ആ ദൈവത്തിനൊന്ന് നമുക്കിന്ന് പകൽ ചേർന്ന് പാടാം: നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. ഇന്ന് പകൽ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില ഒന്ന് ഓർത്തു നോക്കിക്കേ. എല്ലാവരും തള്ളിക്കളഞ്ഞ സമയത്തും ഒരു കണ്ണിനും ദയ തോന്നാതെ ഇരുന്ന അവസ്ഥയിലും നമ്മെ തേടി വന്നൊരു കർത്താവ്. ഇന്ന് പകൽ നിങ്ങൾ എവിടെയെങ്കിലും ഉടയപ്പെട്ടവരാണെങ്കിൽ, കെട്ടപ്പെട്ടവരാണെങ്കിൽ, മരണകരമായ ശരീരത്തിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത് പോലെ ഏതെങ്കിലും വിഷയത്തിൽ നിലവിളിക്കുന്നവരാണെങ്കിൽ, ഇന്ന് പകൽ തമ്പുരാൻ പറയുന്നു: പ്രിയമകനെ, പ്രിയമകളെ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ ഉപയോഗിപ്പാൻ കഴിയും. നിസ്തുലമായ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉണ്ട്. ആ സ്നേഹത്താൽ നാം സ്വതന്ത്രരാണ്. ആ സ്നേഹത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആ സ്നേഹത്തിന്റെ ആഴമാണ് ഇന്ന് പകൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഗാനത്തിന് ഇരടികൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. പ്രാർത്ഥനയോട് നമുക്ക് ചേർന്ന് പാടാം: നിസ്തുല സ്നേഹത്താൽ എന്ന് തുടങ്ങി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.
നിന്മകനാക്കുവാൻ നിന്മകൾ നീക്കുവാൻ നിന്മഹിമാവെടിഞ്ഞു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. എന്നുമേ ഞാനിനിയും പ്രത്യാശയോടെ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ സാധ്യമല്ല ഈ ബന്ധം മാറ്റുവാൻ. എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. പൂരകം വെന്തുരുകും താരകങ്ങൾ മറയും. പൂരകം വെന്തുരുകും താരകങ്ങൾ മറയും. വന്നുവൻ യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാവും ഞാൻ വിശ്രമിക്കും. പ്രത്യാശയോടെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. എന്നുമേ ഞാനിനിയും ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി നിന്നോടെ പ്രത്യാശയോടെ സ്വന്തമത്രേ. ആത്മസാന്നിധ്യത്തിൽ ചേർന്ന് പാടാം. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ സാധ്യമല്ല ഈ ബന്ധം മാറ്റുവാൻ. എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയ
പ്രശംസിച്ചിടുവാൻ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥാ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ. ദൈവസ്നേഹത്തിലേക്കുള്ള ആഹ്വാനമാണ് ഇന്നത്തെ ഗാനങ്ങൾ. യോർദാന്റെ അക്കരെ 9 ഗോത്രങ്ങളും യോർദാന്റെ ഇക്കരെ 3.5 ഗോത്രങ്ങളും. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾ 2 യോർദാന്റെ അക്കരയും ഇക്കരയുമായി ചേർന്ന് നിന്നപ്പം മോശ മുഖാന്തരം അരുളി ചെയ്ത ദൈവ ആലോചനയുടെ നിവർത്തീകരണത്തിന് വേണ്ടി യോശുവ 6 സങ്കേത നഗരങ്ങളെ വേർതിരിക്കുന്നുണ്ട്. 1 യോർദാന്റെ അക്കരയും 3 യോർദാന്റെ അക്കരയും 3 യോർദാന്റെ ഇക്കരയുമായി. ആരെങ്കിലും അബദ്ധവശാൽ ഒരുവനെ കൊന്നുകളഞ്ഞാൽ അവന്റെ രക്തപ്രതികാരകൻ അവനോട് വന്ന് പ്രതിക്രിയ നടത്തി അവനെ കൊന്നുകളയാതിരിപ്പാൻ അവർ ഓടിപ്പോയി സങ്കേത നഗരങ്ങളിൽ പാർക്കണം. അതിരുകെട്ടിയിട്ടുണ്ട് ഈ സങ്കേത നഗരങ്ങൾക്കകത്ത്. എങ്ങനെങ്കിലും ഒന്ന് അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരുവനും നിന്നെ തൊടാൻ പറ്റുകയില്ല. നമുക്ക് ചരിത്രം അറിയാമല്ലോ. ദാവീദിന്റെ ഉറ്റ സ്നേഹിതനാകുന്ന അബ്നേർ ഒരു നീചനെ പോലെ പട്ടുപോകുന്നത് കണ്ടുകൊണ്ട് ദാവീദ് ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ കാലുകൾക്ക് ചങ്ങലയുണ്ടായിരുന്നോ? നിന്റെ കൈകൾക്ക് ചങ്ങലയില്ലായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നീ സങ്കേത നഗരത്തിന്റെ ഉള്ളിൽ പോയില്ല? അവൻ സങ്കേത നഗരത്തിന്റെ ഉള്ളിൽ പോകുന്നതിന് മുമ്പേ ഒരു കുശലം പറയാനെന്ന് പറഞ്ഞുകൊണ്ട് രക്തപ്രതികാരകൻ അവനെ പുറത്തു കൊണ്ടുപോയി കൊന്നുകളയുകയാണ്. പക്ഷെ അവൻ അകത്തായിരുന്നെങ്കിൽ അവനൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. ഇതൊക്കെ അറിയാവുന്ന ദാവീദ് ഇന്ന് പ്രിയ ഭക്തൻ പ്രസ്താവിച്ച സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും. ഇന്ന് പകൽക്കാലം നമ്മെ തകർത്ത് കളയുവാൻ, നമ്മെ ഉടച്ചു കളയുവാൻ, നമ്മെ നഷ്ടപ്പെടുത്തി കളയുവാൻ അനുവാദം ചോദിച്ചു വന്ന സാത്താന്യ ശക്തികളുണ്ട്. പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, ഗോതമ്പ് കാറ്റിപ്പാറ്റുന്ന പോലെ പാറ്റിക്കളയുവാൻ ശത്രു അനുവാദം ചോദിച്ചു വന്നു. പത്രോസേ, ക്രിസ്തു പറഞ്ഞു പറയാതെ ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. ശത്രു നിന്നെ തൊടണമെങ്കിൽ അവൻ എന്നിക്കൂടെ വേണം നിന്നിലേക്ക് വരാൻ. പക്ഷെ ഞാൻ അനുവാദം കൊടുത്തില്ല. ഇന്ന് പകൽ പലതും അനുവാദം ചോദിച്ച് എനിക്കും നിനക്കും നേരെ അണിയിരുന്നപ്പം അതൊന്നും നിന്റെ അടുക്കൽ വരാതെ വണ്ണം അവൻ നിന്നെ മറച്ചു. ദാവീദിന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ താൻ ഒരു ഗുഹയിൽ ഭയാകുലനായിരിക്കുമ്പോൾ അന്ന് രാത്രിയിലാണ് അവനെ കൊന്നുകളയുവാൻ ഒരാലോചനയുമായി ശത്രു വരുന്നത്. പക്ഷെ തിരുവചനം പറയുന്നു, ആ ആലോചനയെ ദൈവം അന്വർത്ഥമാക്കി കളഞ്ഞു. നിന്റെ അറിവ് പോലും ഇല്ലാത്ത സമയത്ത് ദൈവം നിനക്കെതിരെ ഉയർന്ന ശക്തികളെ തകർത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കൂടാരത്തിൽ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവം, ആ കൂടാരത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ്, സൂക്ഷിക്കുന്ന ഒരു കർത്താവ്, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടിക്കയറുവാൻ ഇന്ന് പകൽ എത്ര പേർ താല്പര്യപ്പെടുന്നു? ഇന്ന് പകൽ കർത്താവേ, ആ സാന്നിധ്യത്തിലേക്ക്, ആ സാന്നിധ്യത്തിന്റെ നിറഞ്ഞ അറിവിലേക്ക് ഞാൻ കയറുന്നു. ജനം ക്രോധിച്ച് കൊന്നുകളയുന്നുള്ള വാശിയോടുകൂടെ കല്ല് കയ്യിലെടുത്തുകൊണ്ട് മോശയ്ക്ക് നേരെ ഓടുകയാ. ഒടുവിൽ പിടിച്ചു നീക്കുവാൻ കഴിയാത്ത മോശ ആലയത്തെ ലക്ഷ്യമാക്കി ഓടുമ്പോൾ ആലയത്തിന്റെ പടിവാതിക്കലെ താൻ തളർന്നു വീഴുന്നുണ്ട്.
അതുവരെ തിരുനിവാസത്തിൽ മാത്രം നിറഞ്ഞിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മോശയ്ക്ക് വേണ്ടി ആ പടിവാതിക്കലേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ക്ഷീണങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ബലഹീനതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ നീ എവിടെയായിരിക്കുന്നു അവിടേക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിപ്പാൻ ഞാൻ ഈ വചനത്തിൽ കൂടമേ അമേൻ ഈ ആരാധനയിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ആ കരങ്ങളെ ചേർന്നടിച്ച് നമുക്ക് ഈ പഴയ ഗാനത്തിന് ഇരടികൾ ചേർന്ന് പാടാം. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു നാം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തങ്ങിടുന്നു കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ അവനെ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ അവനെ. ആപത്തുവേളകളിൽ വേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച ആശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ ശിരസിൽ വെച്ച ആശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കഷ്ടതയുടെ കൈക്കുനീരി പാത്രവും അങ്ങയെ കരങ്ങളിൽ കൂടി പകർന്ന. കഷ്ടതയുടെ കൈക്കുനീരി പാത്രവും അങ്ങയെ കരങ്ങളിൽ കൂടി പകർന്ന. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപയെന്നിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപയെന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എന്റെ ഹിതം പോലെ നടക്കണമേ
അവൻ അങ്ങയുടെ പാദം മുമ്പിടുന്നു ഞാൻ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം മുമ്പിടുന്നു ഞാൻ ഓ കഷ്ടതയുടെ കൈപ്പുനീർ പാത്രവും അങ്ങയെ കരങ്ങളിൽ കൂടി പകർന്നാൻ കഷ്ടതയുടെ കൈപ്പുനീർ പാത്രവും അങ്ങയെ കരങ്ങളിൽ കൂടി പകർന്നാൻ ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപയെ പകരണമേ ഓ ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപയെ പകരണമേ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഓ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ ശിരസിൽ ആശീർവദിക്കണേ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ ശിരസിൽ അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താൽ അനുഗ്രഹിക്കണേ അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താൽ അനുഗ്രഹിക്കണേ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമില്ലേ കൃപയാ 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 നിന്റെ പകർന്നൊരു ശക്തി കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമില്ലേ കൃപയാ 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 നിന്റെ പകർന്നൊരു ശക്തി ദൈവത്തിൻ സ്നേഹത്തിൽ ആഴമിത് വന്നിപ്പനാവിനാലേ എത്രയോ ശ്രേഷ്ഠമായി ഓ ദൈവത്തിൻ സ്നേഹത്തിൽ എത്രയോ ശ്രേഷ്ഠമായി കരുതൽ കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമില്ലേ കൃപയാ 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 നിന്റെ പകർന്നൊരു ശക്തി കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമില്ലേ കൃപയാ 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 നിന്റെ പകർന്നൊരു ശക്തി ഓ വൈദുഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മാനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താലേറിടും ഓ വൈദുഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മാനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമില്ലേ കൃപയാ 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 നിന്നിൽ പകർന്നൊരു ശക്തി കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമില്ലേ കൃപയാ 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 നിന്നിൽ പകർന്നൊരു ശക്തി കൂടെ വരൂ മരണത്തിൻ
കുരിശുമില്ല. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ഹല്ലേലൂയ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ഹല്ലേലൂയ. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ നോക്കിയിരുന്നു. സാരമില്ലി ക്ലേശം മാറിയുമേ. മകനവേ നിന്നും കൂടെയുണ്ട്. അവേ ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ നോക്കിയിരുന്നു. സാരമില്ലി ക്ലേശം മാറിയിടുമേ. മകനവേ നിന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ഹല്ലേലൂയ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ആമേൻ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ഹല്ലേലൂയ. കൃപയാൽ 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 ഓ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ഹല്ലേലൂയ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്.
പ്രിയരെ, കരങ്ങളെ ഒന്ന് സ്വർഗോന്നതങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? നിന്നകളേറിടും നാളുകളിൽ, വഴുതുഷിയേറിടും നാളുകളിൽ, തകർന്നിടാതെ മനം കരുതുന്നവൻ, താങ്ങി നിത്യവും തൻ കരത്താ നിന്നകളേറിടും വേളകളിൽ, വഴുതുഷിയേറിടും നാളുകളിൽ, തകർന്നിടാതെ മനം കരുതുന്നവൻ, താങ്ങി നടത്തിടും തൻ കരത്താൽ. ചെന്ന് പാടാം. കൃപയാൽ 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 ഉറക്കെ പറയാമോ? കൃപയാലാണെന്ന്. നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ഒരിക്കൽ കൂടെ കൃപയാൽ. കൃപയാൽ കൃപയാൽ ഞാൻ നിൽക്കുന്നത് കൃപയാലാ, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാ. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. One remains you standing. Jason will help us and lead us in prayer. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടികൾ നിൽക്കുന്ന നിന്റെ കൃപയാലാണ് കർത്താവേ. Thank you, Jesus. ആ ബോധത്തോടെ ജീവിപ്പാൻ അടികളെ സഹായിക്കണേ. നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഞാൻ നിൽക്കുന്നത് കൃപയാലാകുന്നു. ആമേൻ. കർത്താവേ, നിൽക്കുന്നവൻ വീഴാതെ വണ്ണം ഹല്ലേലൂയ അടികളെ നിർത്തിയിരിക്കുന്ന കർത്താവേ, ആമേൻ, വീഴാതെ വണ്ണം തങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ അടികളെ സഹായിക്കണേ. നിന്റെ കൃപയാൽ അടികളെ നിറയ്ക്കണേ കർത്താവ്. നിങ്ങൾ പാടിയ പാട്ടുകൾ വെറുതെ പാടിപ്പോകുന്നതല്ല കർത്താവേ, നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ വരികൾ അതിൻ്റെ അർത്ഥം ആഴത്തിൽ പതിയുവാൻ അടുത്ത ഒരാഴ്ചക്കാലം അയവിറക്കി ജീവിപ്പാൻ അടികളെ സഹായിക്കണേ. നിന്റെ സന്നിധിയിൽ അടികളായിരിക്കുമ്പോൾ സന്നിധി ബോധത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ സഹായിക്കണേ കർത്താവേ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി നന്ദി, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.